സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം ഓരോ മനുഷ്യൻ്റെയും ജീനിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഒന്നാണ്. എന്താണ് ഈ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ എന്നും നിലനിൽക്കുന്ന ഒന്നായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മളെ മുമ്പിലെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒരു സമൂഹത്തെ മാറ്റാൻ വേണ്ടി വലിയ വലിയ പ്രഭാഷണങ്ങൾ കൊണ്ടോ വലിയ വലിയ മൂവ്മെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ വലിയ വലിയ ഓർഗനൈസേഷൻ സംഘടനകൾ ഉണ്ടാക്കുന്നത് കൊണ്ടോ സാധ്യമാവുമെന്ന് തോന്നുന്നുണ്ടോ? നെവർ എവർ. ഉണ്ടാവാം, പക്ഷെ അതുണ്ടാവുമ്പോഴും ഇവിടെ മാറ്റം ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു സാമൂഹിക മാറ്റം ആരംഭിക്കുന്നത് വളരെ ചെറിയ ചെറിയ ചേഞ്ചുകളിൽ നിന്നാണ്. അതെന്താണ്? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഒന്ന് കെയർ ചെയ്യുന്നതിലൂടെയാണ്. ഒരു നിമിഷം നമ്മളുടെ മുമ്പിലൂടെ സ്ഥിരമായിട്ട് കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ടാവും, അവിടെ വാച്ച്മാൻ ഉണ്ടാവും, അല്ലേ? അവിടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരുണ്ടാവും, നമുക്ക് ഒരു പാർസലൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും, ഷോപ്പിലാണെങ്കിൽ ഷോപ്പ് കീപ്പർ ഉണ്ടാവും, നമ്മുടെ വീട് പരിസരത്തൊക്കെ പ്രായമായിട്ടുള്ളൊരു അയൽവാസി ഉണ്ടാവാം, ഏതെങ്കിലും ഒരു വളരെ ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു സഹപാഠി ഉണ്ടാവാം. നമ്മൾ അവരെ കാണുന്നു. നമ്മൾ ശരിക്കും അവരെ കാണുന്നുണ്ടോ? ഒരു മാനുഷികമായിട്ടുള്ള കണക്ഷൻ ഗ്രോ ചെയ്യുന്നത് എപ്പോഴാണ്? നിങ്ങൾ വിലമതിക്കുന്ന ഒരാളാണ്, നിങ്ങൾ വിലപ്പെട്ട ഒരാളാണ്, നിങ്ങൾ VIP ആണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് നമ്മളിൽ നിന്നുണ്ടാവുമ്പോഴാണ്. ആത്മാർത്ഥത നിറഞ്ഞ ഒരു താങ്ക് യു ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിന് ഏറ്റവും നിങ്ങൾ കടന്നു പോകുന്ന ഒരു താങ്ക് യു, ഒരു അപ്രിസിയേഷൻ കൊടുക്ക്. അന്ന് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അതായിരിക്കും എന്നുള്ള. ഒരു ചെറിയൊരു ഫോൺ കോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും അവരുടെ ഏകാന്തതയെ കുറക്കുന്നത്. ഏതെങ്കിലും ഒരാളെ സഹായിക്കുക, ആ ഒരു സഹായം അവരെ ഞാൻ ഒറ്റക്കല്ല എന്ന് തോന്നിപ്പിക്കും. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ അവരെ ശ്രവിക്കാൻ കാതുകൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ അവർക്ക് മണിക്കൂറുകൾ കൊടുക്കുന്ന അഡ്വൈസുകളെക്കാളും ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ ഒരു സ്വാതന്ത്ര്യദിന ചലഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ദയയുടെ കാരുണ്യത്തിൻ്റെ ഒരു 3 ആക്ട് ഓഫ് കൈൻഡ്നെസ് നമ്മൾ ചെയ്യാമെന്നുള്ളതാണ്. ഒന്ന് നിങ്ങളുടെ കുടുംബത്തിന്, ഒന്ന് നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിക്ക്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ അടുത്തൂടെയൊക്കെ പോകുന്ന ഏതെങ്കിലും വ്യക്തി ഉണ്ടാവില്ല അവർക്ക്. പക്ഷെ ഒരു റൂളേ ഉള്ളൂ, അതൊരു സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടിയല്ല, ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ കയ്യടി കിട്ടാൻ വേണ്ടിയോ അല്ല. ആ മനുഷ്യന് ദയ കിട്ടണം എന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷനോട് കൂടി ഒന്ന് ചെയ്തു നോക്കൂ. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു ദേശം, അവിടുത്തെ പൗരന്മാർ എല്ലാ ദിവസവും ചോദിക്കുക, എനിക്ക് മറ്റൊരാളുടെ ഒരു ദിവസം എങ്ങനെ ബെറ്റർ ആക്കാം? ആ രാജ്യം എന്നും ഒരു സ്വതന്ത്ര രാജ്യം മാത്രമല്ല, അത് ഏറ്റവും ശക്തവും ആരോഗ്യപരവും ഒത്തൊരുമിക്കപ്പെട്ടതുമായിട്ടൊരു രാജ്യമായിരിക്കും. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വിലമതിക്കുന്നവരാണെന്ന് തോന്നിപ്പിക്കുന്ന അവരെ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഫീലിംഗ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ.